രചന മുർഷിദ സലീം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. കണ്ണുകളടച്ച ആ നടയിൽ നിന്നതും അവളുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. പെട്ടെന്ന് പരിചിതമായൊരുവന്റെ മണം അവളെ വന്ന് മൂടി. കഴുത്തിൽ ആ ചൂട് നിശ്വാസമേൽക്കുന്നതറിഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ വല്ലാത്ത ഗൗരവത്തോടെ തന്നിലേക്ക് ചേർത്ത താലിയിൽ മൂന്നാമത്തെ കെട്ടുമുറുക്കുന്നവനെ കാണെ അവൾ അവിശ്വസനീയതയോടെ നോക്കി. അവളുടെ മിഴികൾ വീണ്ടും ഈറനായി. അവൾ വല്ലാത്ത വേദനയോടെ അവനെ തന്നെ നോക്കി. എന്നാൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ അവളുടെ സിന്ദൂരരേഖയിൽ കുങ്കുമം ചാർത്തി. ശേഷം കണ്ണുകളടച്ച് നടയിലേക്ക് തിരിഞ്ഞ് കൈകൾ കൂപ്പി. അവളുടെ മിഴികൾ ഒരു വേള ആ നടയിലേക്ക് നീങ്ങി. നിനക്കിനി മതിയായില്ലേ കണ്ണാ? അവൾ വല്ലാത്ത വേദനയോടെ ആ നടയിലേക്ക് നോക്കി ചോദിച്ചു. കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി. ചുമലിൽ ഒരു കൈ വന്ന് പതിഞ്ഞതും അവൾ അവനെ നോക്കി. ആ ഗൗരവത്തോടെ തന്നെ അവൻ അവളെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് നടന്നു. തിരിച്ചുള്ള യാത്രയിലും അവനിൽ ആ ഗൗരവം നിറഞ്ഞു നിന്നു. തന്നെ അവന്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട് എന്തിനാണ് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതെന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവളിലെ ഭയം അവളെ നിശബ്ദയാക്കി. അവളുടെ കൈകൾ പതിയെ തന്റെ ഉദരത്തെ പുണർന്നു. മിഴികൾ ധാരയായി ഒഴുകി. അവൾ മിഴികളടച്ച് സീറ്റിലേക്ക് ചാരി. വീട്ടിലെത്തും വരെയും അവൾ അതേ കിടപ്പ് തുടർന്നു. വീട്ടിലെത്തിയതും ഒന്നും മിണ്ടാതെ അവൻ ഇറങ്ങിപ്പോയി. പുറകെ വിറച്ചുകൊണ്ട് അവളും പുറത്തിറങ്ങി. അവരെ കണ്ടതും നിലവിളക്കുമായി സാവിത്രി പതിയെ ഇറങ്ങി വന്നു. അവരെ മിഴികൾ ഉയർത്തി നോക്കാനാവാതെ അവൾ തലതാഴ്ത്തി നിന്നു. കഴിഞ്ഞതെല്ലാം മറന്ന് വലതുകാല് വെച്ച് പുതിയ ജീവിതത്തിലേക്ക് കയറിവാ മോളെ. അവരുടെ വാക്കുകൾ കേട്ടതും അവൾ അവരെയും നോക്കി. ശേഷം വിറക്കുന്ന കൈകളോടെ ആ നിലവിളക്കുമായി വലതുകാൽ വെച്ച് കയറി. പഴയ ഓർമ്മകൾ മുന്നിൽ തെളിഞ്ഞതും അറിയാതെ അവളുടെ കൈകൾ വിറച്ചു. എന്നാൽ അവരവളെ ചേർത്ത് പിടിച്ച് പൂജാമുറിയിലേക്ക് ചെന്നു. പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ആ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ഓർത്തുപോയവൾ തന്നോടുള്ള വിധിയുടെ ക്രൂരതയെ ഓർത്തപ്പോൾ അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. ഇനി ഓരോന്നോർത്ത് അസുഖം വരുത്തി വെക്കേണ്ട കുട്ടി. വയറ്റിൽ ഒരാളുള്ള കാര്യം മറക്കേണ്ട നീ. പിന്നിൽ നിന്നും ശാസനയോടെയുള്ള മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും അവൾ മിഴികൾ തുടച്ചു. എന്തിനാണ് ഇവരെല്ലാം എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അതിനുള്ള യോഗ്യതയുണ്ടോ തനിക്ക്? ഒരു വേള ചിന്തിച്ചു പോയവൾ. ശേഷം നീറുന്ന മനസ്സുമായി അവർക്കടുത്തേക്ക് ചെന്നു. മോള് ചെല്ലി ചെന്ന് ഡ്രസ്സ് മാറി റെസ്റ്റ് എടുക്ക്. ഇനി ഒന്നും ചിന്തിക്കേണ്ട. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇപ്പൊ മോൾ അബിയുടെ ഭാര്യ. അത് മാത്രം ചിന്തിച്ചാ മതി. അവരത് പറഞ്ഞതും അവരുടെ അബിയുടെ ഭാര്യയാണെന്ന വാക്ക് മാത്രം അവളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ ഇടറുന്ന കാലടിയോടെ തന്റെ റൂമിലേക്ക് ചെന്നു. കഴുത്തിൽ ആ താലിയിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം മനസ്സിലേക്ക് തിങ്ങി വരുന്നതറിഞ്ഞവൾ അവളൊരു തളർച്ചയോടെ ബെഡിലേക്ക് വീണു. എവിടെയാണ് തനിക്ക് പിഴച്ചത്? അവളുടെ ചിന്തകൾ കാട് കയറി. പതിയെ അവളുടെ മിഴികളടയവേ അവളുടെ മനസ്സ് ഓർമ്മയിലേക്ക് നീങ്ങി. ഈ ഒരു 2 മാസം തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത്? ആ ഒരു ഓർമ്മയിൽ അവളുടെ ശരീരം വിറച്ചു. അമ്മേ, അമ്മേ വാതിലുർക്ക്, അമ്മേ, അമ്മേ അലറി വിളിച്ചുകൊണ്ടവൾ ആ വാതിൽ തുരിതരാ മുട്ടിക്കൊണ്ടിരുന്നു. ഉറക്കച്ചടവോടെ ശാന്തവാതിൽ തുറന്നും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ പുറകിൽ വിളിച്ചു. എന്താ പെണ്ണെ, മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ദേഷ്യത്തോടെ അവർ ചോദിച്ചു. ആൾ വിറച്ചുകൊണ്ട് അവരുടെ പുറകിൽ വിളിച്ചു. അമ്മേ, അയാളെന്നെ പറഞ്ഞു മുഴുമിക്കാനാവാതെ ആൾ പൊട്ടിക്കരഞ്ഞു. അവർ പുച്ഛത്തോടെ ചിരികൂട്ടി. എന്റെ പെണ്ണെ, അവൻ അന്യനൊന്നല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നിന്റെ കഴുത്തിൽ താലിയാർത്തിയവനല്ലേ? അവർ ചോദിച്ചു. അവൾ നിന്ന് തേങ്ങി. എനിക്ക് ഇഷ്ടമല്ല അമ്മേ, എന്നെ തൊടല്ലേ എന്ന് പറ. അവൾ അവരുടെ തോളിൽ കൈവച്ച് മറഞ്ഞെന്നും അവനവിടേക്ക് വന്നു. നാഗിരി, ഓരോന്ന് ഒപ്പിക്കുമ്പോ ആ കഥ കുറ്റിയാണെന്ന് അറിയില്ലടാ നിനക്ക്. അല്ലേ കരുതില്ലേ ഇവളെപ്പോലൊരു പീറപ്പെണ്ണിനെ മെരിക്കാൻ അറിയാത്ത കഴിവിട്ടവനാണോടാ നീ? അവർ ചോദിച്ചതും ഒരു ഞെട്ടിലോടെ അവളെ വരെ നോക്കി. സോറി അമ്മ, ഇന്ന് കുടിച്ച ലേശം കൂടി. അവള് തള്ളിയിട്ട് വാങ്ങിച്ചിട്ടില്ല. നാശം. തലയുറിഞ്ഞുകൊണ്ട് അവന് പറഞ്ഞപ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് അവർ പറഞ്ഞു. പോ, അവിടെ പേടി അങ്ങ് മാറ്റിക്കൊടുക്ക്. അതും പറഞ്ഞ അവളെ വലിച്ച് അവനിട്ട് കൊടുക്കുമ്പോൾ അവരെന്ന സ്ത്രീയിൽ തന്നെ തറഞ്ഞിരിക്കുകയായിരുന്നു അവളുടെ മനസ്സ്. അവന് അവളെയും വലിച്ചഴിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഒന്ന് കുതിരാൻ പോലും കഴിവില്ലാത്ത വിധം അവളിലെ പെണ്ണ് തളർന്നിരുന്നു. ആ സ്ത്രീയെ പരിചയപ്പെട്ടിട്ട് ദിവസങ്ങളായുള്ളൂവെങ്കിലും കണ്ട നാളിൽ മോളെയെന്ന് വിളിച്ചിരുന്നവർ. അമ്മയില്ലാത്ത തനിക്കൊരു അമ്മയെ കിട്ടിയെന്ന് കരുതിയിരുന്ന ആ വിളിയിൽ ഓർത്തവും വല്ലാതെ വേദനിച്ചു പോയി അവളുടെ മനസ്സിനൊപ്പം ശരീരവും വേദനിപ്പിച്ച് അവളിലെ മൃഗം വേട്ടയാടുമ്പോൾ ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഒരു ജഡമായി കിടന്നുപോയവൾ. അല്ലെങ്കിലും ശരീരം തകർക്കാൻ ആദ്യം മനസ്സിനെ തളർത്തിയാൽ മതിയല്ലോ. അതിന് വിശ്വസിച്ചവരേക്കാൾ നന്നായി മറ്റാർക്കാണ് കഴിയുക? ആ രാത്രിയിൽ അവിടെ അലറിക്കരച്ചിൽ ആ വീടിന്റെ 4 ചുമരിനുള്ളിൽ പ്രതിധ്വനിച്ചു. കാമം വഴിമാറിയിലായി ക്ഷീണം നൽകിയപ്പോൾ അവനിലെ മൃഗം സുഖമായിട്ട് ഉറങ്ങി. എന്നാൽ കാലിലൂടെ ഒലിച്ചിറങ്ങുന്ന ചുവപ്പ് വർണ്ണം തന്റെ ഇത്രയും നാളത്തെ ഏക സമ്പാദ്യമാണെന്ന ബോധ്യത്തിൽ അവളിലെ പെണ്ണ് ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടു.
ആ വേദനയിൽ സ്വയം മരിച്ചുപോയെങ്കിലെന്ന് ഓർത്തുപോയവൾ. മനസ്സിൽ തനിക്ക് മുള്ളുകൊണ്ട് വേദനിച്ചാൽ പോലും ആദിയോടെ ശാസിക്കുന്ന അമ്മയും വേവലാതിയോടെ ആശ്വസിപ്പിക്കുന്ന അച്ഛനും കണ്ണു നിറച്ച് നോക്കുന്ന കുഞ്ഞിപ്പെണ്ണും തെളിഞ്ഞു വന്നതും അവളിലെ തേങ്ങലുകൾക്ക് ശക്തിയേറി. അവളുടെ ആയുസ്സിൽ അവൾ സന്തോഷിച്ച നാളുകൾ, ആ നാളുകൾക്ക് പക്ഷെ ആയുസ് കുറവായിരുന്നു. എന്തിനാ എന്റെ കണ്ണ നീ എന്നോട് ഇങ്ങനെ ഓർത്തുകൊണ്ട് കാൽമുട്ടിൽ മുഖമൊളിപ്പിച്ച് തേങ്ങിപ്പോയവൾ. ഓർമ്മകൾ പൊള്ളിപ്പിടഞ്ഞപ്പോൾ അറിയാതെ ആർത്തലച്ച് കരഞ്ഞുപോയവൾ. തേങ്ങലുകൾ കരച്ചിൽ ചീളുകളായി പുറത്തേക്ക് വന്നും നടുവിൽ ശക്തമായ കാലുകൾ അമർന്നും ഒന്ന് പുളഞ്ഞു പോയവൾ. അവൾ അറിയാതെ വേദന കൊണ്ട് നിലവിളിച്ചു പോയി. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ, നാശം എന്ന് ചോദിച്ച് അവളെ നിലത്തേക്ക് ചവിട്ടിയിട്ട് ചുരുണ്ടു കിടക്കുന്നവനെ കാണേ വേദനയിൽ അവളുടെ മിഴികൾ നിറഞ്ഞ് കവിഞ്ഞു. ശരീരം മുഴുവൻ കൊത്തി നുറുക്കുന്ന വേദന അനുഭവപ്പെട്ടപ്പോൾ ആ വെറും നിലത്ത് ചുരുണ്ടുപോയവൾ വല്ലാത്ത നോവോടെ. പിന്നീടുള്ള ദിനങ്ങളും അവൾക്ക് നരകതുല്യമായിരുന്നു. സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചും മദ്യം തലയിൽ ഒഴിച്ചും ബെൽറ്റ് വെച്ച് ക്രൂരമായി മർദ്ദിച്ചും അവളുടെ ശരീരത്തിൽ മുറിവുകൾ തീർക്കുന്നു, അവളെ വേദനിപ്പിക്കുന്നതൊക്കെ അവനൊരു ലഹരിയായിരുന്നു. അവളുടെ നിലവിളിയും കരച്ചിലും അവനൊരു താരാട്ടുപാട്ട് പോലെയായിരുന്നു. 1 മാസം കൊണ്ട് തന്നെ അവളിലെ മൃഗത്തെ അവൾ നന്നായി അറിഞ്ഞുവെങ്കിലും എല്ലാം സഹിച്ച് ആരോടൊരു പരാതിയില്ലാതെ അവൾ അവിടെ നിന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ സഹോദരിയുടെ വീട്ടിലേക്കെന്നും പറഞ്ഞ് ശാന്ത പോയി. അവർ പോയതും സമാധാനത്തോടെ പുറത്ത് വരാന്തിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൾ. അവരുള്ളപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾക്ക് അനുവാദമില്ലായിരുന്നു. മോളെ, പുറത്തെ വരാന്തിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവളെ. തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു അവൾ. മോളെ, ശാന്തേച്ചി എവിടെയാ? അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി. ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആണോ? അവരില്ലാത്തോണ്ടാവില്ലേ മോളിന്ന് പുറത്ത്? ആര് ചോദിച്ചും ഒരു മങ്ങിയ പുഞ്ചിരി നൽകി അവൾ. മോളെ പേരെന്താ? അനുശ്രീ. ആളൊന്ന് പുഞ്ചിരിച്ചു. ആണോ? എന്റെ പേര് ഗീത. ആർ പറഞ്ഞു. ആളുടെ മിഴികൾ നിറഞ്ഞു. എന്തു പറ്റി മോളെ? എന്റെ അമ്മയുടെ പേരും ഗീത എന്നായിരുന്നു. ഒരു നോവുള്ള ചിരിയോടെ അവൾ പറഞ്ഞതും അവരിലും അത് പടർന്നു. മോളെ അവരിവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. എന്തിനാ മോളെ ഇങ്ങനെ എല്ലാം സഹിച്ച് കുഞ്ഞിവിടെ നിൽക്കുന്നത്? രക്ഷപ്പെട്ടൂടെ? വേദനയോട് അവർ ചോദിച്ചും വല്ലാത്ത വേദനയോടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൾ. അത് പരാജയപ്പെട്ടെന്നോണം അവളുടെ മിഴികൾ നിറഞ്ഞു. എനിക്കങ്ങനെ പോവാൻ ആരുമില്ല ചേച്ചി. ആദ്യമായി തൻ്റെ ഉള്ളിലെ നോവിറക്കാൻ കിട്ടിയ തണൽ പോലെ അവരിലേക്ക് ചാഞ്ഞവൾ. ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചായിരുന്നു എൻ്റെ കുടുംബം. അച്ഛനും അമ്മയും പിന്നെ ഒരു കുറുമ്പി അനിയത്തിയും മാത്രം ചേർന്ന വീട്. 2 പെൺമക്കളിലെ എന്ന് പറയുന്നവരോടും സഹതപിക്കുന്നവരോടും എനിക്ക് 2 രാജകുമാരികളാണെന്ന് അഭിമാനത്തോടെ പറയുന്ന അച്ഛനെ ഓർമ്മ വന്നു അവൾക്ക്. ചൊടിയിലൊരു പുഞ്ചിരി മുട്ടിട്ട് മാഞ്ഞു. ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ കരിന്നിൽ വീഴ്ത്തിയ ആ ദിവസം വന്ന്. കുടുംബത്തിലൊരു വെഡിങ് ഫംഗ്ഷന് പോയതായിരുന്നു അവർ 3 പേരും. എനിക്ക് SSLC എക്സാം ആയതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല. ആ നശിച്ച ദിവസത്തെ ഓർമ്മയിൽ അവരുടെ മിഴികൾ നിറഞ്ഞു. എക്സാം കഴിഞ്ഞ് എന്നെ കാത്ത് പുറത്ത് ഏതൊരു അങ്കിൾ നിന്നിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, കുഴപ്പമില്ല വീട്ടിലുണ്ട് വേഗം പോകാമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയപ്പോൾ ആദ്യം വല്ലാതെ പേടിച്ചു. കൂടെ ടീച്ചർമാരുണ്ടെന്ന് കണ്ടപ്പോൾ എനിലെ 10ാം ക്ലാസ് എനിക്ക് മനസ്സിലായിരുന്നു ഇനി എൻ്റെ അച്ഛനും അമ്മയും ഇല്ലെന്ന്. എങ്കിലും തൻ്റെ കുഞ്ഞാവ അവരും ഞാനില്ലാതെ പേടിച്ചിരിക്കുകയെന്ന് ഓർത്ത് അവിടെ എത്താൻ എൻ്റെ മനസ്സ് നേറി. അവളെങ്കിലും എനിക്കായിട്ട് ഉണ്ണിക്കണ്ണം ബാക്കി വെക്കുന്നത് അന്ന് എന്നിലെ പെണ്ണ് വെറുതെ മോഹിച്ചതാ. വീട്ടിലെത്തിയ ഞാൻ കണ്ടത് മുറ്റം നിറയെ ആളുകളാണ്. പലരിലും വേദനയും സഹതാപം, അങ്ങനെ പലതരം ഭാവങ്ങൾ. ആർക്കിടയിലൂടെ നടന്നിരുന്ന ഞാൻ ആദ്യം കണ്ടത് എൻ്റെ കുഞ്ഞാവിയുടെ വെള്ളം ഉതപ്പിച്ച ശരീരം. കൂടെ തന്നെ അവളോട് ചേർന്ന് അച്ഛനും അമ്മയും കണ്ടതും ഞാൻ ആർത്തലച്ച് കരഞ്ഞു. ആരൊക്കെ ചേർന്ന് ആശ്വസിപ്പിച്ചുവെങ്കിലും സർവ്വം നഷ്ടപ്പെട്ട് എനിക്ക് എന്താ ആശ്വാസം നൽകാൻ? അവരെ അടക്കം ചെയ്യാനെല്ലാം തയ്യാറായി. എന്നോട് കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ തലറങ്ങി വീണു. പിന്നെ ആരെല്ലാം ചേർന്ന് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ എണീക്കുമ്പോൾ എല്ലാവരും പോയിരുന്നു. ദിവസം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണർന്ന്. അത് ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ ഏതൊരു ഫ്രണ്ടാണത്രേ എന്നെ ഹോസ്പിറ്റലാക്കിയത്. അവരുടെ മകൻ തന്നെയാണത്രേ എല്ലാം ഏറ്റെടുത്ത് ആ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. പിന്നീട് അവരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അത്രയും നാൾ തിരിഞ്ഞോക്കാത്ത അപ്പച്ചിയും കുടുംബം അവിടെ പൊട്ടിമുളച്ചു. പണ്ട് അമ്മ എന്തോ പറഞ്ഞ് തല്ലിയതിന് അച്ഛൻ തല്ലി ഇറക്കി വിട്ടതാ. എൻ്റെ ഏട്ടൻ്റെ മോളെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ് അവനെന്നെ കൂട്ടി വീട്ടിലേക്ക് പോയി. ഉദ്ദേശം മറ്റൊന്നുമില്ല, മാസം തോറും വാടക വീട് മാറി വന്ന് ജീവിക്കായിരുന്നവർക്കൊരു വീട്, പിന്നെ കൂലിയില്ലാത്തൊരു വേലക്കാരി. ആളുടെ ചുണ്ടിൽ വേദനയും ചാലിച്ചൊരു പുഞ്ചിരി വിരിഞ്ഞു. നരകതുല്യാർന്ന ജീവിതം. നാട്ടുകാരുടെ അച്ഛൻ്റെ ആ ഫ്രണ്ടിൻ്റെയും ചോദ്യങ്ങൾ പേടിച്ച് അവരെന്നെ പഠിക്കാൻ വിട്ടിരുന്നു. എല്ലാത്തിനും സ്പോൺസറായിരുന്നു അച്ഛൻ്റെ ആ ഫ്രണ്ട് തന്നെയായിരുന്നു. എന്നാൽ അവരെ പോലും അറിയിക്കാതെ, ഞാൻ പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ അവരെന്നെ കെട്ടിച്ച് വിട്ടു. അല്ല, വിറ്റു എന്ന് പറയുന്നതും ശരി. പിന്നീട് പ്രതീക്ഷയോടെ കയറി വന്ന വീട്ടിൽ അതിൽ വലിയ പീഡനങ്ങൾ.
എന്നാലും കണ്ണൻ എന്നോട് മാത്രം എന്താ ചേച്ചി ഇങ്ങനെ? അയ്യോ, ഞാൻ ചെല്ലട്ടെ ചേച്ചി, അയാളിപ്പോൾ വരും, എനിക്ക് പേടിയാ. ഞാൻ പുറത്തിറങ്ങിയതറിഞ്ഞ. ഭയം കൊണ്ട് അവിടെ ഉടല് വിറച്ചു. പതിയെ വിറച്ചുകൊണ്ടുള്ള അവിടേക്ക് ഓടി. അവിടെ ചെന്നു റൂമിൽ കയറി ഫ്രഷായി രാത്രിയിലേക്കുള്ള ആഹാരം റെഡിയാക്കിയായിരുന്നു അവൾ. അരയിലൂടെ എന്തോ ഇഴഞ്ഞതും പേടിച്ചവളുടെ കയ്യിൽ നിന്നും ചൂടുള്ള തവി അയാളുടെ കാലിലേക്ക് വീണു. ആ! വേദന കൊണ്ട് അയാൾ അലറിയതും അവൾ പേടിച്ച് അയാളെ നോക്കി. എന്നാൽ അത് ഗിരിയായിരുന്നില്ലെന്ന് കണ്ട് അവളുടെ ശരീരം വിറച്ചു. ആരാ എന്താ ഇവിടെ? പേടിച്ചു വിറച്ച് പുറത്തേക്ക് വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു. അയാളൊന്ന് പുച്ഛത്തിൽ ചിരിച്ചു. ശേഷം വീണ്ടും ഒരു കൂസലില്ലാതെ അവളിലേക്ക് അടുത്തും അവൾ അയാളെ തള്ളിമാറ്റി അവിടെ നിന്ന് ഓടി. ഒരു വഷളം ചിരിയോടെ പുറകെ അയാളും. പെട്ടെന്ന് ശക്തമായൊരു നെഞ്ചിൽ തട്ടിയവൾ നിന്നതും മിഴികൾ ഉയർത്തി നോക്കി. മുന്നിലെ ഒരു പുച്ഛം നിറഞ്ഞ ബാത്തിൽ ഗിരി. എന്താ മോളെ? ഒരു വല്ലാത്ത ബാത്തിൽ അവൻ ചോദിച്ചും അവളവന്റെ നെഞ്ചിലേക്ക് എന്ന് പിറകിലേക്ക് വിരൽ ചൂണ്ടി. അയാളെന്നെ മോളൊന്ന് അടങ്ങ്, അവന് രാത്രി മോളെ ഒന്ന് അറിഞ്ഞോട്ടെ. ഒരു വഷളം ചിരിയോട് അവൻ പറഞ്ഞു. ഞെട്ടിപ്പുറയിലേക്ക് മാറിയവൾ പെട്ടെന്ന് അയാൾ ചെന്ന് തട്ടി നിന്നും ഉടല് വിറച്ചവളുടെ. പേടിയോടെ ഇരുവരെയും നോക്കി സൈഡിലേക്ക് മാറി ഓടാൻ തുനിഞ്ഞതും അവളെ കയറി പിടിച്ചു അയാൾ. പെട്ടെന്ന് അയാളുടെ നെഞ്ചിൽ ഒരു കടിയും കൊടുത്ത് അടുക്കളയിലേക്ക് ഓടിയവൾ. അവൾക്ക് പിറകെ അവർ ഓടി വന്നു. കറിയിലിടാൻ വെച്ച മുളക് പൊടി അവളുടെ കണ്ണിൽ വിതറി അവിടെ നിന്ന് ഓടിയവൾ. പെട്ടെന്ന് ഡോറിൽ തട്ടിയിട്ടോ ഞെട്ടി ഉണർന്നവൾ. അവളുടെ ഹൃദയതാളം വല്ലാതെ ഉയർന്നിരുന്നു. അവൾ പതിയെ പോയി ഡോർ തുറന്നു. കൺമുമ്പിൽ അവനെ കണ്ടത് അവളൊന്ന് വിറച്ചു. പേടിയോടെ തന്നെ അവൾ ചോദിച്ചു, ഒന്നുമില്ല, നീ എന്താ ചെയ്യുന്നതെന്ന് നോക്കാമെന്നാ. അവൻ പറഞ്ഞു. വല്ലാത്ത അലിവ് തോന്നി അവൾക്ക്. ഇന്നലെ അവൻ അത്രയും പേടിച്ചിരിക്കും. ഇതിനു മാത്രം ഞാൻ ആരാണ് നിങ്ങൾക്കെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്ന അവൾക്ക്. എങ്കിലും അവനോടുള്ള പേടിയിൽ മൗനം പാലിച്ചുള്ള അവൾ. ഇന്നോട്ട് നീ എന്റെ റൂമിൽ കിടന്നാൽ മതി. ഇനിയും ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുമ്പോഴേ എനിക്ക് ഇന്നലത്തെ പോലെ ഓരോ ഭ്രാന്തുകൾ കാണിക്കാൻ തോന്നിയാലോ? അർത്ഥം വെച്ച് അവളെ നോക്കി അവനത് പറയുമ്പോൾ അവനെ ചെറുതായി കൂർപ്പിച്ചു നോക്കി അവൾ. അത് കണ്ടതും അവന്റെ ചുടിയിൽ മനോഹരമാർന്ന പുഞ്ചിരി മുട്ടിട്ടു. എങ്കിലും അവനത് സമർത്ഥമായി മറച്ചു. ഇനി എടുക്കാനുള്ളതെന്താന്ന് വെച്ചാൽ എടുത്തോ, ഇപ്പൊ ഒന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. അതും പറഞ്ഞ അവൻ പോയതും ആളൊന്ന് ഇടിവിർപ്പിട്ടു. കഴിഞ്ഞുപോയ ഓർമ്മകൾ അവൾ വല്ലാതെ ഉലക്കുന്നുണ്ടായിരുന്നു. ആൾ പതിയെ അവന് പുറകെ ഭക്ഷണം കഴിക്കാനായി പോയി. എത്ര ശ്രമിച്ചിട്ടും തൊണ്ടയിൽ നിന്നൊന്നും ഇറങ്ങാത്ത പോലെ തോന്നിയവൾക്ക്. എങ്കിലും നുള്ളിപ്പെറുക്കിയിരുന്നു. എന്താ മോളെ ഇത്? എപ്പോ എടുത്ത ചപ്പാത്തിയാ? ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന കുഞ്ഞിനെ ദോശ കേട്ടോ. അവന്റെ അമ്മ സാവിത്രി പറഞ്ഞു. അവനവളെ കൂർപ്പിച്ച് നോക്കി. കഴിക്കാൻ കഴിയുന്നില്ല അമ്മേ പറഞ്ഞതും കരഞ്ഞു പോയിരുന്നവൾ. വല്ലാത്തൊരലിവ് തോന്നി അവർക്ക് അവളോട്. അവളുടെ അടുത്ത് നിന്ന് ചപ്പാത്തി പൊടിച്ച് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ നിറമിഴിയാലെ വാ തുറന്നു പോയി അവളും. റൂമിലെത്തിയതും അവൾ പുതിയ ബെഡിലേക്ക് ചാഞ്ഞു. അർഹതയില്ലാത്ത എന്തോ തട്ടിപ്പറിച്ച പോലൊരു ഫീലായിരുന്നു അവളിൽ. പതിയെ കണ്ണുകൾക്ക് മീതെ കൈവച്ച് കിടന്നും അവൾ വായുവിൽ ഉയരുന്ന പോലെ തോന്നി അവൾക്ക്. ഞെട്ടി കൈകൾ മാറ്റി നോക്കിയതും താൻ അവന്റെ കൈക്കുള്ളിലാണെന്ന് കണ്ട് ഞെട്ടി. സർ, എന്തീ കാണിക്കുന്നത്? താഴെ ഇറക്ക്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനി നമ്മളെ റൂമിൽ കിടന്നാൽ മതിയെന്ന്. അവൻ പറഞ്ഞു ദയനീയമായി അവനെ നോക്കിയവൾ. ഒരു തുള്ളി വെയിറ്റില്ലല്ലോ പെണ്ണെ, ഇങ്ങനെ പട്ടിണി കിടന്നിട്ടാവും. ഇനി ഇതുപോലെ പട്ടിണി കിടന്ന് എന്റെ കുഞ്ഞിനെന്തിന് വരട്ടെ, അപ്പൊ പറഞ്ഞുതരാൻ ബാക്കി. റൂമിലെത്തി അവളെ താഴെ ഇറക്കി കബഡി ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും വല്ലാതെ വീർപ്പ് മുട്ടിപ്പോയി അവൾക്ക്. സാർ എന്തിനാ എന്നോട് ഇങ്ങനെ? വല്ലാതെ നേർത്തു പോയിരുന്ന അവളുടെ ശബ്ദം അപ്പോൾ. എങ്ങനെ? അവൻ യാതൊരു കൂസലുമില്ലാതെ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചും പൊട്ടിക്കരഞ്ഞു പോയവൾ. ഉള്ളിലുള്ള കുറ്റബോധം അവളെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. ഞാൻ അറിയാണ്ട് ചോദിക്കാം, നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? ആർക്കും വേണ്ടാത്ത എന്നെ പോലെ ഒരുത്തിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? മരണത്തിന് പോലും വേണ്ടാത്ത എന്നെ പോലെ ഒരു വിഴുപ്പിനെ ചുമക്കാൻ സാറിന് നാണമില്ലേ? അവന്റെ ആ കൂസലായ്മ കണ്ട് അവളിലെ ക്ഷമയാകെ നശിച്ചു പോയിരുന്നു. ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് അവനെ നോക്കിയതും ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി അവന്റെ മുഖം കണ്ട് അവളിൽ പേടി നിറഞ്ഞു. അവളറിയാതെ രണ്ടടി പുറകോട്ട് വേച്ചു പോയി. അതെടി, എനിക്ക് ഭ്രാന്താ. എന്തേ? വിഴുപ്പ് പോലും നിന്റെ അനുവാദമില്ലാതെ ഒരുവൻ നിന്നെ തൊട്ട് നിർത്തി നീ എങ്ങനെയാണ് ഈ വിഴുപ്പാവുന്നേ? പിന്നെ ഒരു പെണ്ണിന് അവിടെ ശരീരം മാത്രമല്ല സമ്പത്ത്, ശരീരവും സമ്പത്താ. എന്നാൽ അത് അറിഞ്ഞ് നീ നിന്റെ ഭർത്താവ് നൽകുമ്പോ, അല്ലാതെ കാശിന് വേണ്ടി ഏതോ അവന്മാര് നിന്നെ യൂസാക്കിയതിന് നീ ഒരിക്കലും കുറ്റക്കാരിയല്ല. പിന്നെ ഈ കൊച്ചുകാരനാണോ? ഞാൻ പറഞ്ഞല്ലേ കളയാന്ന്. അപ്പൊ നിനക്ക് വളർത്തണം. എന്നിട്ടിപ്പോ വിഴുപ്പ് അല്ലേ? ഇനി വിഴുപ്പാണെന്ന തോന്നൽ വരാതിരിക്കണമെങ്കിൽ വാ, ഇപ്പൊ തന്നെ പോയി കളയാം. എന്തേ? ആരോടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അറിയാതെ വിലങ്ങനെ തലയാട്ടി. വിഴുപ്പ് പോലും. എന്നാ ഇന്നലത്തെ പോലെ ചാവ നോക്ക്. കുഞ്ഞിനെ കളയാനും പറ്റില്ല, എന്നാ കുഞ്ഞിനെ അച്ഛനില്ലാതെ വളർത്താനും പറ്റില്ല. എല്ലാം ഏറ്റെടുത്ത് കൂടെ കൂട്ടിയപ്പോ ഞാൻ വിഴുപ്പ് ചുമക്കുന്നവൻ അല്ലേടി. വല്ലാതെ മൂർച്ചയുണ്ട് അവന്റെ വാക്കിൽ നിന്ന് തോന്നിപ്പോയി അവൾക്ക്. ഒന്നും മിണ്ടാതെ കതക് ശക്തിയിൽ അടച്ചു. അവൻ പോയതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ തറയിലേക്ക് ഇരുന്നു പോയി. ശരിയാണ് അവൻ പറഞ്ഞത്.
ഇതിനെല്ലാം കാരണം താനാണ്. ആ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഓടിച്ചെന്ന ഗീതേശിയുടെ അടുത്തേക്കാണ്. നടന്നെല്ലാം പറയുമ്പോൾ വല്ലാതെ വിറച്ചേൽക്കുന്ന അവളെ അവർ ചേർത്ത് പിടിച്ചു. പിറ്റേ ദിവസം അവൻ കാണാതെ ആളവിടെ വീട്ടിലാക്കിയതും അവർ തന്നെയായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവൻ അവിടെ വന്ന് പേടിച്ചു പോയിരുന്നവൾ അവൾ അവിടെയുണ്ടെന്ന് അപ്പച്ചി വിളിച്ചറിയിച്ചു. അന്നാണ് അവന് കാശിന് വേണ്ടി അവൾ അവർ വിറ്റതാണെന്നും താലി എന്ന പേരിൽ കഴുത്തിൽ ചാർത്തിയത് വെറും ലോകത്തകിടാണെന്ന് അവൾ അറിയുന്നത്. തകർന്നു പോയെങ്കിലും വീണ്ടും തകർന്നാൽ ഇനിയും നഷ്ടങ്ങൾ ഏറുമെന്ന് മനസ്സിലാക്കിയ ആ രാത്രി അവൾ ഇറങ്ങി ഓടി. നേരെ ഓടിച്ചെന്ന് ആരെയോ ഓടിച്ചു നിന്നു ഭയത്തോടെ മിഴികൾ ഉയർത്തി നോക്കിയവൾ കൺമുമ്പിൽ തന്നെ കോളേജ് ലെക്ചറായ അഭിഷേക് സാറിനെ കണ്ടതും അവന്റെ പുറകിലേക്ക് ഒളിച്ചു. സർ, എന്നെ രക്ഷിക്കും, അവരെന്നെ. പേടിയോടെ പറഞ്ഞു മുഴുമിക്കാനാവാതെ അവനിലേക്ക് ചേർന്ന് നിന്നവൾ അവളിലെ വിറയൽ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചവനും. അവന് നോട്ട് അപ്പോഴും അവർക്ക് പിറകെ ഓടി വരുന്നവരിലായിരുന്നു. കൈമുഷ്ടി ഉരുട്ടി അവന് മുന്നിലേക്ക് കയറിയുന്നവൻ. ഇവിടെ വാടിയെന്നും പറഞ്ഞ് അവനോടെ കയ്യിൽ പിടിച്ച് വലിച്ചതും മറ്റേ കയ്യിൽ പിടിച്ച് അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു അവൻ. ശേഷം അവന് മുമ്പിൽ കയറിയുന്നു. നീ ആരാടാ? അത് ചോദിക്കാൻ നീ ആരാ? ഞാനിവിടെ ഭർത്താവാ. ഇവൻ നിന്റെ ഭർത്താവാണോടി? അഭി ചോദിച്ചു. ആൾ പതി അവളുടെ കഴുത്തിൽ അവൻ ചാർത്തിയ താലി പൊട്ടിച്ചെടുത്തു. ശേഷം അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് അബിയെ നോക്കി അല്ല എന്ന് വിലങ്ങിനെ തലയാട്ടി. ഗിരി ദേഷ്യത്തിൽ അവൾക്ക് നേരെ വന്നും ചെകിടടച്ചൊന്ന് കൊടുത്തു അബി. പിന്നെ അവനിട്ട് കണക്കിന് കൊടുത്തു. ഇനി മേലാളുടെ പുറകെ വന്നാ ജയിലിൽ പോയി കിടക്കാൻ മോന്. പറഞ്ഞില്ലാന്ന് വേണ്ട. പുറത്തിറങ്ങാൻ പറ്റാത്ത വകുപ്പുകൾ കൂട്ടി അകത്തിടിക്കാൻ എനിക്കറിയാം. അതും പറഞ്ഞ അവളെ കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു അവൻ. ഈടെ വന്നിട്ട് എന്നോട് ആരും ഒന്നും ചോദിച്ചില്ല. പകരം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പിന്നെ എന്നെ വീണ്ടും കോളേജിലേക്ക് വിട്ടതും എല്ലാ ചെലവും സ്പോൺസർ ചെയ്യുന്നതും അബിയേട്ടൻ തന്നെയായിരുന്നു. വല്ല ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇവരാരും അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ദിവസം മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ തലയിറങ്ങി വീണു. ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ആൾ പ്രഗ്നന്റ് ആണെന്ന്. നീണ്ടു നിൽപ്പിൽ മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി അവൾക്ക്. പിന്നെ ആകെ മരവിച്ച അവസ്ഥയായിരുന്നു. വീട്ടിൽ വന്ന് അബിയേട്ടൻ പറഞ്ഞു ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ, ആളുടെ ഫ്യൂച്ചർ കളയേണ്ടെന്നൊക്കെ. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് സ്വന്തമെന്ന് പറയാൻ ദൈവം തന്നാണെന്നും ഇനി അവൾക്ക് നഷ്ടങ്ങൾ മാത്രം വിധിക്കാനാണ് ദൈവത്തിന്റെ തീരുമാനമെന്ന് മറ്റൊരു രീതിയിലും ബുദ്ധി പറഞ്ഞു. കുഞ്ഞെന്ന് പറഞ്ഞ് പഠിത്തം ഉപേക്ഷിച്ചാൽ താനെങ്ങനെ ജീവിക്കും? നാളെ ഇവൻ അച്ഛനാരാന്ന് ചോദിച്ചാൽ താൻ ആരെ പറയും? എല്ലാം കൊണ്ടും വല്ലാതെ മടുത്തു. ഇനി വളർത്താൻ വിചാരിച്ചാലോ? താൻ പോലും അന്യരുടെ ചെലവിലാണ് ജീവിക്കുന്നത്. അതിലേക്ക് ഇവൻ കൂടെ ഇവർക്ക് ഭാരമായാലോ എന്ന പേടി ഉള്ളിൽ നിറഞ്ഞു. എന്നാൽ ആരുമില്ലാത്ത അനാഥയ്ക്ക് സ്വന്തം എന്ന് പറയാൻ കിട്ടിയ ആ നിധിയെ കളഞ്ഞ് ജീവിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സ് കെട്ടിയാൻ കൊണ്ടുവന്ന കത്തിയെടുത്ത് സ്വയം തീരാൻ ഉദ്ദേശിച്ച് കത്തി കയ്യിലെടുത്ത് വരയുമ്പോഴാണ് അബിയേട്ട റൂമിലേക്ക് കയറി വന്ന് കണ്ടപാടെ കർണമടിച്ചൊന്ന് കൊടുത്തു. തലയിറങ്ങി താൻ ബെഡിൽ നിന്നപ്പോഴേക്കും സാവിത്രി അമ്മയും മുത്തശ്ശി ഓടി വന്നു. ആളുടെ അവസ്ഥ അവർക്ക് മനസ്സിലായെങ്കിലും ഒരുപാട് വഴക്ക് പറഞ്ഞു. പിന്നീട് സാറൊന്നും മിണ്ടിയിരുന്നില്ല അവളോട്. ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിൽ തലതിരിഞ്ഞ് പ്രവർത്തിക്കാൻ തോന്നിയ മനസ്സിന് മാപ്പ് ചോദിച്ച് അമ്പലത്തിൽ പോയി വരാൻ പറഞ്ഞ മുത്തശ്ശിയാണ് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് വിട്ടത്. അവിടെ അപ്രതീക്ഷിതമായ അബിയേട്ടനിൽ താലി ചാർത്തിയപ്പോൾ അറിയാതെ തകർന്നു പോയി. എന്തേ എനിക്ക് മാത്രം എന്റെ കണ്ണായി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾ ആർത്തലച്ച് കരഞ്ഞു. പിന്നീടപ്പോഴോ ആ തറയിൽ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. രാവിലെ അവൾ ഉറക്കമുണരുമ്പോൾ അവൾ ബെഡിലായിരുന്നു. ആരെയോ തന്നെ പുതപ്പിച്ച് ബെഡിൽ കിടത്തിയത് കണ്ടു. അത് അവനാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ മുറിയിലെവിടെയും അവനെ അവൾ കണ്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും അത് തന്നെയായിരുന്നു. എങ്കിലും അവളുടെ ഓരോ കാര്യത്തിലും അവൻ പ്രത്യേകം ശ്രദ്ധയിലെത്തിയിരുന്നു. അങ്ങനെ പഴയ പോലെ നോർമലായി ജീവിതത്തോടും യാഥാർത്ഥ്യത്തോടും അവളുടെ മനസ്സ് പാകപ്പെട്ടപ്പോൾ അവനൊപ്പം അവളും കോളേജിൽ പോയി തുടങ്ങി. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. ആരും അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നും ഒരുമിച്ച് പോവുകയും വരികയും ചെയ്യുമെങ്കിലും അവർ പരസ്പരം മിണ്ടാറില്ലായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ കോളേജിലെത്തി ക്ലാസ്സിൽ കയറി അവളെ അസൈൻമെന്റ് എഴുതാൻ മറന്നതിന്റെ പേരിൽ കല്യാൺ ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. അന്ന് അടുപ്പിച്ച് 2 പീരീഡ് അവർക്കായതുകൊണ്ട് 2 പീരീഡ് അടുപ്പിച്ച് അവൾ പുറത്തു നിന്നു. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ബോഡി വീക്കായി അവൾ വരാന്തയിലേക്ക് തലയിറങ്ങി വീണു. ശബ്ദം കേട്ട് വരാന്തയിലെ കുട്ടികളും ടീച്ചർമാരും എല്ലാം കൂടി അവളെ സിക്ക് റൂമിലാക്കി. അബി ആ സമയത്ത് മറ്റൊരു ക്ലാസ്സിലായിരുന്നതിനാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല. തുടർന്ന് അവൾ പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരും അറിഞ്ഞു. ഒരിക്കലും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യണമെന്ന് അവൾക്ക് അറിയാമായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. അവളോട് പലരും ആരാധന ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. അവള് ഗിരി കല്യാണം കഴിച്ചത് വെക്കേഷൻ ടൈമിലായതിനാൽ അവൾ ഒരുത്തൻ കെട്ടിയിരുന്നോ അവൾ അനുഭവിച്ചോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. അവൾ പിഴച്ചു കാമുകൻ ഇട്ടിട്ട് പോയി എന്നവരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കോളേജിൽ മൊത്തം പാട്ടായി. അപ്പോഴും അവൾ മൗനം പാലിച്ചു. ഗിരിയെ പോലെ ഒരുവൻ ഒരിക്കലും തന്റെ കുഞ്ഞിന്റെ പിതൃസ്ഥാനം താൻ വിട്ടുകൊടുക്കില്ലെന്ന് അവൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതിനാൽ അവൾ മൗനം പാലിച്ച് കിടന്നതേയുള്ളൂ. ഇടയ്ക്ക് ബ്രേക്കിന് ടീച്ചേഴ്സ് വന്ന് അവളോട് ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും ആളിൽ മറുപടി ഉണ്ടായില്ല. കോളേജിൽ വെച്ചുണ്ടായതാണെന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. ബ്രേക്കിന് സ്റ്റാഫ് റൂമിൽ വന്നപ്പോഴാണ് അബി വിവരമെല്ലാം അറിയുന്നത്.
പ്രിൻസിയുടെ കാതിൽ വിഷയം എത്തിയെന്ന് മനസ്സിലാക്കിയതും അവൻ പ്രിൻസിയെ കണ്ട് കാര്യം പറഞ്ഞു. ഛേ, അഭിസാറിന് നേരത്തെ പറയുന്നില്ലേ, ഇപ്പൊ നിങ്ങളുടെ വൈഫ് ഈ കോളേജിൽ നിന്ന് എത്രത്തോളം അപമാനം നേരിട്ടു. പലരും പലതരത്തിലാ പറയുന്നത്. അവൻ മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു. ഒന്നുമില്ലേലും അനുശ്രീ ഇപ്പൊ പഠിക്കുന്ന കുട്ടിയല്ലേ സാറേ, അപ്പൊ ഇതൊക്കെ വേണമായിരുന്നോ? ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എന്ത് ചെയ്യണം സാറേ, പറ്റിപ്പോയി. ഞങ്ങളൊട്ടും പ്രിപ്പയർഡ് അല്ല. പക്ഷേ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. എന്തായാലും ന്യൂസ് ഇത്രയും സ്പ്രെഡായ നിലക്ക് എല്ലാവരെയും ചേർത്തൊരു മീറ്റിംഗ് വെച്ച് കാര്യം അവതരിപ്പിക്കുന്നതാവും നല്ലത്. കോളേജിൽ വെച്ച് അഫയർ ഉണ്ടായി എന്നൊക്കെ തരത്തിലെ സംസാരമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആ കോളേജിനും നല്ലത്. പ്രിൻസിയാ പറഞ്ഞപ്പോൾ അബിക്കും അതാണ് ശരിയെന്ന് തോന്നി. അവൻ ഓക്കെ സാറെന്നും പറഞ്ഞ് അവിടുന്ന് അവിടെ അടുത്തേക്ക് പോയി. സിക്ക് റൂമിൽ കണ്ണിന് മീത കൈകൾ വെച്ച് കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു അവൾ. അവൻ ചെന്ന് അവൾ പതിയെ മിഴികൾ തുറന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. ആളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, എങ്കിലും പരാജയപ്പെട്ട് മിഴികൾ താഴ്ത്തി. കഴിഞ്ഞു പോവാം അവൻ ചോദിച്ചു. അവൾ പതിയെ തലയാട്ടി. ആ നടത്തത്തിൽ കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ അവിടെ തല താഴ്ന്നതന്നെ ഇരുന്നു. എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യുന്നൊരു പിടിയില്ലായിരുന്നു അവൾക്ക്. ഇനി കോളേജിൽ വരേണ്ടെന്നൊക്കെ എന്നെല്ലാം മനസ്സിലുറപ്പിച്ച് മനസ്സിനെ പാകപ്പെടുത്തി അവൾ അവന് പുറകെ നടന്നു. അവൻ പെട്ടെന്ന് അവളെയും കൊണ്ട് പെട്ടെന്ന് സെമിനാർ ഹാളിൽ കയറിയതും ആളൊന്ന് പേടിച്ചു. ഹാളിൽ നിറയെ കുട്ടികൾ, പലരും പല കണ്ണിലൂടെ തന്നെ നോക്കുന്നുണ്ടതും അവൾ തലതാഴ്ത്തി നിന്നു. ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ച് എന്തിനായിരിക്കും നിങ്ങൾക്കൊക്കെ ഏകദേശം ധാരണ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ആബി അതും പറഞ്ഞ് മൈക്കെടുത്ത ആളുകൾ എല്ലാവരുടെയും കുശുകുശുക്ക് ശബ്ദം നിറഞ്ഞു. ഈ നിൽക്കുന്ന അനുശ്രീ എന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. അതിന് ഉത്തരവാദി ആരാണെന്ന് എല്ലാവർക്കും അറിയണം. നോക്കിയത് അവളുടെ മിഴികൾ നിറഞ്ഞു. ചുരുങ്ങിയ സമയത്തിൽ തന്നെ പലവിധ കഥകളിലൂടെ പരക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇനി അത് വേണ്ട, ഇവളെന്റെ ഭാര്യയാണ്. അവനത് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി അവനെ നോക്കി, കൂടെ അവളും. ശേഷം അവൻ അവിടെ അടുത്തിയെന്ന് അവളെ ചേർത്ത് നിർത്തി. ശേഷം യൂണിഫോം ടോപ്പിനുള്ളിൽ നിന്നും അവൻ ചാർത്തിയ താലി പുറത്തേക്ക് ഇട്ടതും എല്ലാവരും ഞെട്ടി. അവളും ഞെട്ടി അവനെ നോക്കി. ഇനി പ്രൂഫില്ലെന്നാരും പറയരുത്. എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ ഏറ്റവും ഉത്തമം ഞാനായതുകൊണ്ടാ ഇങ്ങനൊരു മീറ്റിംഗ് ഇവിടെ വെച്ച്. സോ ഇനി ആരുടെ ഭാഗത്തുനിന്നും എന്റെ ഭാര്യയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയല്ല, നിർദ്ദേശിക്കുക എന്നും പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു. എല്ലാവരും ആ ഷോക്കിൽ അവരെ തന്നെ നോക്കി നിന്നു. തിരിച്ചുള്ള യാത്രയിൽ മുഴുവനും അവളിൽ അവന്റെ വാക്കുകൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. വല്ലാത്ത വേദനയോടെ അവൾ അവനെ നോക്കി. സർ, ഞാൻ കാരണം വീണ്ടും വീണ്ടും അപമാനിതനാവുകയാണല്ലേ? അവൾ ചോദിച്ചതും ആളുടെ ഉള്ളിലെ സംഘർഷം മനസ്സിലാക്കിയെന്ന പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. താനിപ്പോ ഓക്കെ അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോയാലോ? അവൻ ചോദിച്ചതും അവൾ പതിയെ തലയാട്ടി. ശേഷം സീറ്റിലേക്ക് ചാരി മിഴികൾ അടച്ചു. തിരകൾ കരയെ മുത്തി തിരികെ ഓടി മറയുന്നു നോക്കി ആ കടൽ തീരത്തിരിക്കുമ്പോൾ മനസ്സിലെ സങ്കടങ്ങൾക്ക് ശമനം വരുന്ന അറിഞ്ഞു അവൾ. 2 കൈയിലോ ഐസ്ക്രീമുമായി അവിടെ അടുത്ത് വന്നിരുന്ന അബി അതിലൊന്ന് അവൾക്ക് നേരെ നീട്ടിയതും ആളത് വാങ്ങി കഴിച്ചു. താൻ കടൽ ആദ്യമായിട്ട് കാണുകയാണോ? അവൻ ചോദിച്ചവളൊന്ന് പുഞ്ചിരിച്ചു. പണ്ട് അച്ഛനും അമ്മയും എന്നെയും കുഞ്ഞാവയും കൂട്ടി സൺഡേ ഡെയിലി ഇവിടെ വരും. ഇതുപോലെ ഒരു ഐസ്ക്രീം കഴിച്ച് അവരോട് ഇരിക്കും. ഞങ്ങൾ രണ്ടാളും ആ തിരയിൽ കളിക്കും. അതൊക്കെ ഒരു കാലം. ആ ഓർമ്മയിൽ അവളുടെ ചൊടികൾ വിടർന്നു. മിഴികളിൽ മിഴിനീരുരുണ്ടു. അവളൊന്ന് വിശ്വസിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. സാറിനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ? എനിക്ക് വേണ്ടി എന്തിനാ സാർ ഇത്രയും റിസ്ക് എടുക്കുന്നേ? ഞാനതെല്ലാം ആസ്വദിക്കുന്നു ശ്രീകുട്ടി. അവനത് പറഞ്ഞു ഞെട്ടി അവനെ നോക്കി അവൾ. സാറെന്താ വിളിച്ചേ? ശ്രീകുട്ടിന്നോ? എന്തേ? എൻ്റെ അച്ഛനെന്നെ അങ്ങനെയാ വിളിച്ചിരുന്നേ. അവൾ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ മാത്രമേ ഉള്ളൂ അങ്ങനെ വിളിച്ചിരുന്നേ? അവന്റെ ചോദ്യത്തിൽ അവനെ സംശയത്തോടെ നോക്കി. നോക്കണ്ട, നിന്നെ ആ പഴയ അബിയുടെ തന്നെ ഞാൻ. അവനത് പറഞ്ഞതും ഒരു ഷോക്കേറ്റ അവസ്ഥയായിരുന്നു അവൾക്ക്. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അതെ, നിന്റെ ആ മേനോനങ്ങളുടെ മോന് അഭിഷേക് മേനോൻ തന്നെയാണ് ഞാൻ. നിനക്ക് ഞങ്ങളാരെയും മനസ്സിലായില്ലെന്ന് മാത്രം. അവനത് പറയവേ മിഴികൾ നിറച്ച് അവനെ നോക്കി നിന്നവൾ. എന്നിട്ടെന്താ എന്നോടൊന്നും പറയാഞ്ഞേ? നീ മനസ്സിലാക്കുമെന്ന് കരുതി. അവൻ പറയവേ അവൾ വല്ലാത്ത വേദനയിൽ ചിരിച്ചു. ഒന്നും എനിക്ക് ഓർമ്മയില്ല നിങ്ങളുടെ ആരുടെയും മുഖം. പണ്ട് കുഞ്ഞായിരുന്നില്ലേ? പക്ഷെ ഇപ്പം എല്ലാവരും എനിക്കറിയാം. നിങ്ങൾ വിദേശത്ത് പോയപ്പോൾ ഇനി ഒരിക്കലും തിരികെ അന്വേഷിച്ച് വരുമെന്ന് കരുതിയില്ല. പിന്നെ അച്ഛനമ്മയെല്ലാം മരിച്ചപ്പോൾ എല്ലാം നഷ്ടമായി കൂടുതൽ നിങ്ങൾ ഉൾപ്പെട്ടു. ആര് പറഞ്ഞു? ജയങ്ങളും ഗീതാനിയും കുഞ്ഞാവില്ലാന്ന് വന്ന് എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. നീ അറിഞ്ഞ എക്സാമിന് വാദം വാശി പിടിച്ച് വരുന്ന കരുതിയാ അവരത് പറയാഞ്ഞ്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൂടെ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നും വെക്കേഷൻ സെറ്റാക്കാന്നൊക്കെ തീരുമാനിച്ചാന്ന് ഞങ്ങൾ നാട്ടിൽ വന്ന് നീ അന്ന് എക്സാമിന് പോയിരിക്കാണെന്ന് പറഞ്ഞപ്പോ നൈറ്റ് നിനക്ക് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാ അന്ന് ഞങ്ങൾ പിരിഞ്ഞത്. പറഞ്ഞ പോലെ അന്ന് ഞങ്ങൾ വന്നു. പക്ഷേ അത് അങ്ങനെ ഒരു സിറ്റുവേഷനായി പോയി. നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. എന്തോ എനിക്കത് കണ്ണു നിൽക്കാൻ കഴിഞ്ഞില്ല. അത് നിന്റെ മുമ്പിൽ ഞാനന്ന് വരാഞ്ഞേ. അമ്മയൊക്കെ വന്നിരുന്നു. ഒരുപാട് ആളുകളുടെ ഇടയിൽ ആ മുഖം നീ ശ്രദ്ധിച്ചാണില്ല. അതിന് പറ്റിയ അവസ്ഥയിലല്ലായിരുന്നല്ലോ. നിന്നെ പിന്നെ തിരികെ പോകുമ്പോൾ കൂടെ കൂട്ടണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അത് നിന്റെ അപ്പച്ചെല്ലാം ചേർന്ന് മുടക്കിയില്ലേ? എങ്കിലും നിനക്കൊരു കുറവ് വരാതിരിക്കാൻ അച്ഛൻ നിർബന്ധമുണ്ടായിരുന്നു.
അതുകൊണ്ട് പഠിത്തം കഴിയുന്നവരെ ഞാൻ അവിടെ ലെക്ചറായി കയറിയേ. നീ അറിയാതെ നിന്റെ പുറകെയാനുണ്ടായിരുന്നു അനു. പക്ഷേ ആരും അറിയിക്കാതെ ഒരിക്കൽ അവർ നിന്നെ ഇങ്ങനെ കെട്ടിച്ചേക്കുന്ന ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതറിഞ്ഞ് അച്ഛൻ കുറെ വിഷമിച്ചു, അമ്മയും. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴാണ് രാധ ടീച്ചർ നിന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ്. അവരുടെ സിസ്റ്ററാണ് ഗീതേച്ചി. രാധ ടീച്ചറിൽ നിന്ന് അവരുടെ നമ്പർ ഞാൻ വാങ്ങി അവരെ വിളിച്ചിരുന്നു. നീ നിന്റെ വിവരം പറഞ്ഞ കൂട്ടത്തിൽ കോളേജ് പറഞ്ഞിരുന്നു. അങ്ങനെയാ മനസ്സിലായെന്ന് പറഞ്ഞവര്. ഇനി നിന്നെപ്പറ്റി എന്തുണ്ടെങ്കിലും അറിയിക്കാൻ പറഞ്ഞ് ഞാൻ അവർക്ക് നമ്പർ കൊടുത്തിരുന്നു. അങ്ങനെയാ പിറ്റേ ദിവസം നിന്നെ വീട്ടിലാക്കി പറഞ്ഞ് അവർ വിളിച്ചേ. നിന്റെ വീട്ടുകാർ വീണ്ടും നിന്നെ പിടിച്ച് അവനെ ഏൽപ്പിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ അന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വന്ന്. അവൻ അത്രയും പറഞ്ഞു നിർത്തിയതും ആൾ കണ്ണീരോടെ അവനെ നോക്കി. ഞാൻ ആരെയും മനസ്സിലാക്കിയില്ലല്ലോ എന്നും പറഞ്ഞ് പെണ്ണ് കണ്ണു നിറച്ചവും അവനവളെ ചേർത്ത് നിർത്തി. ഇത് ഞങ്ങളുടെ കടമയാണ്. നീ അതിൽ കൂടുതലായിട്ടും ചിന്തിക്കണ്ട, മനസ്സിലായോ? അങ്കിളിപ്പോ എന്റെ പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അച്ഛനിപ്പോഴും അവിടെ തുടരുക. ഉടനെ വരുന്നുണ്ട് പേരക്കുട്ടിയെ കാണാൻ. അവൻ പറയവേ ആളവനെ നോക്കി പുഞ്ചിരിച്ചു. ഇതിനൊക്കെ ഞാൻ എന്താ സാർ പകരം തരിക? എൻ്റെ കയ്യിലൊന്നുമില്ല അങ്ങനെ തരാൻ. സാറ് നല്ലൊരു ഭാര്യയാവാനൊന്നും ഈ ജന്മം എനിക്ക് കഴിയില്ല സാർ. ആൾ പറഞ്ഞു. അവൻ അവളോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. നന്നായി പഠിച്ചൊരു ജോലി വാങ്ങിക്കുക. പിന്നെ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. അവൻ പതിയെ അവന്റെ കൈകൾ അവിടെ ഉദരത്തിൽ ചേർത്ത് വെച്ചു. ഈ കുഞ്ഞിന്റെ പിതൃസ്ഥാനം അതെനിക്ക് തന്നാ മതി. അവനത് പറഞ്ഞു. നിറമിഴിയാൽ അവനെ നോക്കി അവൾ. അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചവൻ. ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ നിശ്വസിച്ചു അവളും. എങ്കിലും ഉള്ളിലെ കനലിന് വല്ലാത്തൊരു ശമനം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് അവൾക്ക്. ഒരുപാട് നേരം പരസ്പരം സംസാരിച്ചെന്നവർ. പിന്നെ തിരയിൽ കളിച്ച് ഉല്ലസിച്ച് നേരം ഇരട്ടിയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു അവർ. തിരികെയുള്ള യാത്രയിൽ മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൾക്ക്. ചൊടിയിൽ മായാത്തൊരു പുഞ്ചിരിയും. എന്തുകൊണ്ടോ അവനോടുള്ള അപരിചിതത്വം കുറഞ്ഞ പോലെ തൻ്റെ ആരൊക്കെയാണെന്നൊരു തോന്നൽ മനസ്സിൽ അനുഭവപ്പെടുന്നു. എങ്കിലും ഭാരമാവാതെ കുഞ്ഞു വളരുമ്പോൾ സ്വന്തമായി മാറണം. ആർക്കും ഭാരമാവാതെ എവിടെയെങ്കിലും ജീവിക്കണം. അതുവരെ ഇവരുടെ കൂടെ. ആളവനെ നോക്കി. ചുണ്ടിലെ സാധാ മയക്കുന്ന പുഞ്ചിരിയാലെ ഡ്രൈവിംഗിലാണ് ശ്രദ്ധ. അവളും മിഴികൾ പുറത്തേക്ക് ചലിപ്പിച്ചു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കൊഴിഞ്ഞു. സ്വന്തം വീട്ടിലെന്ന പോലെ ഒരു സമാധാനം അനുവിലും നിറഞ്ഞു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിലൂടെ അങ്കിളിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായി ഒരു നല്ല ബന്ധാവളിൽ ഉടലെടുത്തു. എങ്കിലും അഭിയാനവും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് സ്വയം മറന്ന് നല്ല സുഹൃത്തുക്കളായി തുടർന്നു. ദിവസങ്ങൾ നീങ്ങവേ അനുവിന്റെ കുഞ്ഞു വയർ വലിപ്പം വെച്ച് തുടങ്ങി. 8 മാസം തികഞ്ഞു അവൾക്കിപ്പോൾ. ആദ്യം കുഞ്ഞു കുഞ്ഞു ഇളക്കങ്ങളിൽ തുടങ്ങി. ഇന്ന് കുഞ്ഞിന്റെ ചവിട്ടെല്ലാം അറിയാൻ തുടങ്ങി അവൾ. ഒരമ്മയെന്ന പക്വതയിലേക്ക് നീങ്ങി അതെല്ലാം വളരെ ആസ്വദിച്ചു തുടങ്ങി അവൾ. കൂടെ അവനും. രാത്രി അവളുടെ വയറിൽ തലവെച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്ന അവനെ കാണെ ഇനി ഇവനാണോ കുഞ്ഞിന്റെ അച്ഛനെന്ന് തോന്നാറുണ്ട് അവൾക്ക്. ഇടയ്ക്ക് മിഴികൾ നിറയും. അതവൻ കാണാതെ തുടക്കുകയും ചെയ്യും. ഇപ്പൊ അവന് കോളേജിൽ പോകുന്നില്ല. 7 മാസം വരെ പോയിരുന്നു. എങ്കിലും ഇനി എക്സാമിന് മാത്രം പോയെന്ന തീരുമാനത്തിൽ നിർത്തി. അങ്ങനെയൊക്കെ ഒരു ദിവസം രാത്രി അനുവിന് ലേബർ പെയിൻ വന്നു. ഇപ്പൊ രാത്രികൾ അവൾ അമ്മയുടെ കൂടെ ആയിരുന്നു കിടക്കാറ്. വേദന കൊണ്ട് അവൾ അലറി വിളിച്ചതും സാവിത്രി അവനെ വിളിച്ച് കാർ എടുക്കാൻ പറഞ്ഞു. വിറച്ചുകൊണ്ട് കാർ ഓടിക്കാൻ പോലും അവനാവുന്നില്ലായിരുന്നു. ആ നിമിഷം ഒരു ഭാര്യയുടെ പ്രസവ സമയത്ത് ഒരു ഭർത്താവ് അനുഭവിക്കുന്ന വേദന അറിയുകയായിരുന്നു അവനും. ആളും കുഞ്ഞു വരാനെടുക്കുന്ന ആ മണിക്കൂറുകൾ ഒരുതരം യുഗങ്ങൾ പോലെ വേട്ടയാടി അവനെ. അനുശ്രീ അഭിഷേക്. ലേബർ റൂമിന്റെ ഡോറിൽ നിന്ന് നേഴ്സ് പുറത്തു വന്നു. അവൻ അവർക്കടുത്തേക്ക് ഓടി. പ്രസവിച്ചു കേട്ടോ, പെൺകുഞ്ഞ എന്നും പറഞ്ഞ് വെള്ളയിൽ പൊതിഞ്ഞ കുഞ്ഞുമാലാകെ കയ്യിൽ നൽകിയതും അവന്റെ മിഴികൾ നിറഞ്ഞു. അവളെ പോലെ കുഞ്ഞിക്കണ്ണുള്ള ആ മാലാക കുഞ്ഞിന്റെ കവിളിൽ അരുമയായി മുത്തിയവൻ. കണ്ണുനീർ കവളിൽ തട്ടിയതും ചിണുങ്ങി കണ്ണുകൾ ചിമ്മി കുഞ്ഞിപ്പെണ്ണ്. കണ്ണുനീരാൽ പുഞ്ചിരിച്ചവൻ. അത് കണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്നു സാവിത്രിയുടെയും. പപ്പേ, എനിക്കൊരു കാറ്റ പറഞ്ഞു തരുമോ? എന്തായാലും കിടന്നോണിക്കേ. ചുമ്മാ പപ്പയുടെ പറയുകയാണെന്ന് ശല്യം ചെയ്യാതെ. മമ്മിയുടെ അല്ലല്ലോ ഞാൻ പറഞ്ഞേ, പപ്പയുടെ അല്ലേ? മമ്മിക്ക് എന്തായിന്? പതിവ് പോലെ റൂമിലേക്ക് കയറി വന്നും ഓടി വന്ന് ചിണുങ്ങി പിറകെ നടക്കുകയാണ് അലങ്കൃതാഭിഷേക് എന്ന 3 വയസ്സുകാരി അല്ലു. പ്രസവത്തോടുകൂടി അനുവിന്റെ റോള് തീർന്ന പോലെയായിരുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ അബിയുടെയും വീട്ടുകാരുടെയും പെരുമാറ്റം. അങ്കിൾ കൂടെ നാട്ടിൽ വന്നും അവരിൽ നിന്നൊരു മോചനം തനിക്ക് കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അനു. എങ്കിലും അബിയുടെ ഭാര്യയായി ജീവിക്കാൻ മാത്രം ഇന്ന് അവൾക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു. അവളെ മനസ്സിലാക്കുന്നതുകൊണ്ട് ആരും അവളെ നിർബന്ധിച്ചുമില്ല. ദിവസങ്ങൾ കഴിയാതെ തന്നെ അബിയുടെ ലോകം കുഞ്ഞുമായി ചുരുങ്ങിപ്പോയി. അബിയുടെ മാത്രമല്ല, ആ വീട്ടിലെ ഓരോരുത്തരുടെയും. അവൾക്ക് തിരിച്ചു അങ്ങനെയായിരുന്നു. അനുയില്ലാതെ നിന്നാലും അബിയില്ലാതെ ഒരു ദിവസം പോലും അല്ലുവിന് പറ്റില്ലായിരുന്നു. അമ്മയെന്ന് വിളിക്കേണ്ട നാളിലും അവൾ ആദ്യം പപ്പ എന്നായിരുന്നു വിളിച്ച്. അന്ന് അവനിൽ കണ്ട സന്തോഷം അനുവിനെയും അല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. പാപ്പി പറഞ്ഞു തരുമോ? അത് ഞാൻ ഗ്രാൻഡ്പയോട് പറയണോ? എന്റെ പൊന്നു, ഇങ്ങോട്ട് വാടിക്കാൻ തരി, ഞാൻ തന്നെ പറഞ്ഞുതരാം എന്നും പറഞ്ഞ് വന്നപാടെ കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് കയറിയവൻ.
അത് നോക്കിക്കൊണ്ട് അവിടെയുള്ള തുണികളെല്ലാം മടക്കി വെക്കുന്ന തുടർന്ന് അവൾ. ഏത് കഥയാ? രാജകുമാരന്റെയും രാജകുമാരന്റെയും കഥ. വളരെ കാര്യമായി കുഞ്ഞിക്കണ്ണ് വിളർത്തി പറയുന്നവളെ ചേർത്ത് പതിയെ ബെഡിലേക്ക് കിടന്നവൻ. ശരി, രാജകുമാരൻ പപ്പയും രാജകുമാരി അമ്മയും പോരെ? അവൻ പറഞ്ഞു. ആശ്ചര്യത്തിൽ മതിയെന്ന് പറഞ്ഞ തലകുലുക്കി കുഞ്ഞിപ്പെണ്ണ്. അത് കേട്ട് അവനിന്ന് കൂർപ്പിച്ച് നോക്കിയാനു. ഒറ്റക്കണ്ണിറുക്കി അവളെ കാണിച്ച് പതിയെ കഥ പറഞ്ഞു തുടങ്ങിയവൻ. ഒരു ദിവസം വീട്ടിൽ നിന്ന് ബോറടിക്കുന്നെന്ന് പറഞ്ഞ് രാജകുമാരൻ കരഞ്ഞപ്പോ രാജാവ് അവനെയും കൂട്ടി രാജാവിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ചാണ് നമ്മുടെ കുഞ്ഞ് രാജകുമാരൻ അവന്റെ രാജകുമാരി ആദ്യമായിട്ട് കാണുന്നത്. ഒരു കുഞ്ഞു പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ അല്ലുകുട്ടിയെ പോലെ തന്നെ ഒരു കുഞ്ഞു രാജകുമാരിയായിരുന്നു അവളപ്പോ. അവൻ പറയവേ അവൾ അവനെ തന്നെ നോക്കി. പണ്ട് താനും ആദ്യമായി അവനെ കണ്ടത് അതുപോലെ ദിവസമാണെന്ന് ഓർത്തുപോയവൾ. അന്ന് രാജകുമാരന്റെ മനസ്സിൽ ആ കുഞ്ഞ് രാജകുമാരി കേറിക്കൂടി. എങ്കിലും ജാടക്കാരിയായ രാജകുമാരി ഒരിക്കൽ പോലും രാജകുമാരന്റെ കൂടെ കളിക്കാൻ വന്നില്ല. മാത്രമല്ല, തരം കിട്ടുമ്പോഴെല്ലാം രാജകുമാരനെ നുള്ളിയും പിച്ചയും ദേഷ്യം കാണിച്ചു. എങ്കിലും രാജകുമാരന്റെ കൂടെ നടന്നു. പിന്നെ തൊട്ട് ദിവസം രാജകുമാരന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് രാജകുമാരൻ കരഞ്ഞപ്പോ 2 ദിവസം രാജകുമാരന്റെ വീട്ടിലാക്കി രാജാവ്. ഇതെല്ലാം തന്നെ കുഞ്ഞിലെ നടന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാകവേ അനുവിന് അതെല്ലാം ഓടി മറഞ്ഞു. ചെറിയ അവളുടെ ചൊടിയിലും വിടർന്നു. അവൻ കൂടെ കളിക്കാൻ വന്നിരുന്നതും അവനെ ഉപദ്രവിച്ചതും അമ്മ അടിച്ചതും കരഞ്ഞോ എല്ലാം ഓർത്തപ്പോൾ അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് അവനും കണ്ടിരുന്നു. എന്നിട്ടോ? കുഞ്ഞിപ്പെണ്ണ് ആശ്ചര്യത്തോടെ ചോദിച്ചവൻ തുടർന്നു. അങ്ങനെ ഒരു ദിവസം രാജകുമാരി ഉന്തിയിട്ടപ്പോ രാജകുമാരൻ വീണ് നെറ്റിപൊട്ടി ചോര വന്നു. അത് കണ്ടുവന്ന രാജകുമാരിയുടെ അമ്മ രാജകുമാരിയെ തല്ലിയപ്പോ രാജകുമാരിയെ പൊതിഞ്ഞ് പിടിച്ചു. അങ്ങോട്ട് രാജകുമാരനെ ഇഷ്ടമായി. പിന്നെ എപ്പോഴും ഒരുമിച്ച് കളിച്ചവര് വളർന്നു. അങ്ങനെ രാജകുമാരനെ കൂട്ടി രാജാവ് രാജ്ഞിയെല്ലാം ദൂരെ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോയി. രാജകുമാരൻ പോകുന്നതിൽ കരഞ്ഞ രാജകുമാരൻ ഒരു വാക്ക് കൊടുത്തു. വലുതാവുമ്പോ രാജകുമാരൻ എപ്പോഴും രാജകുമാരിയുടെ കൂടെ തന്നെ കാണുമെന്ന്. അപ്പൊ രാജകുമാരനെ കാത്തിരിക്കാന്ന് വാക്കുകൊടുത്തു. എന്നിട്ടോ? കുഞ്ഞിക്കണ്ണ് വിളർത്തി പെണ്ണ് ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വലുതായപ്പോ രാജകുമാരിയെ തേടി വന്നു. രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വന്തമാക്കി. പക്ഷെ രാജകുമാരി എല്ലാം മറന്ന് ഒരു നോവുള്ള ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ നിറമിഴിയാൽ അവനെ നോക്കി. അവനും അവളെ നോക്കി. പതിയെ കണ്ണു ചിമ്മിക്കാട്ടി. അവളിലും ആ പഴയ ഓർമ്മകൾ നിറഞ്ഞു വന്നു. ശരിയാണ്, അവൻ ആ വാക്ക് പാലിച്ചു. ബട്ട് താൻ അതെല്ലാം മറന്നു. കിടക്കുന്നില്ലേ? മോളുറങ്ങി. ബാൽക്കണിയിൽ നിന്ന് ആലോചനയിലിരിക്കായിരുന്നു അവൾ. മോളുറക്കി അവളുടെ അടുത്ത് വന്ന് അവൻ ചോദിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ. എല്ലാം ഓർമ്മയുണ്ടായിരുന്നല്ലേ? എനിക്കെല്ലാം ഓർമ്മയുള്ളതുകൊണ്ടല്ലേ ഒരിക്കലും തനിച്ചാകാതെ ഞാൻ ഇന്നും ചേർത്ത് നിർത്തിയേ. ബട്ട് നീ എല്ലാം മറന്നില്ലേ? അവൻ ചോദിച്ചു. അവളവനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. സോറി അവൾ പറയവേ. സാറില്ല, പോട്ടെ എന്നും പറഞ്ഞ് അവനവളുടെ മൂർത്താവിൽ ചുണ്ടുകൾ അമർത്തി. അവളും അവനിലേക്ക് ചേർന്ന് ആ ചുംബനം സ്വീകരിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അവരുടേതാവുകയായിരുന്നു. എല്ലാം മറന്ന് അവന്റെ മാത്രം പെണ്ണായി അവളും. അവളെയും കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് അവനും അവരുടെ മാത്രം സ്വർഗം കെട്ടിപ്പണിതു. ഇനി അവർ ജീവിക്കട്ടെ, അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ കഥ അവിടെ അവസാനിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുക. അയച്ചിരേണ്ട നമ്പർ 9526115878.